ഹായ് ബബ്ബബ്ബ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞതുപോലെ തന്നെ ഒരു ലോജിക്കുമില്ലാത്ത ഒരു വട്ടുപടം. തീർച്ചയായും ലോജിക്കില്ലാത്ത ഒരു വട്ടുപടമായതുകൊണ്ട് തന്നെ ഈ സിനിമ തിയേറ്ററിൽ പോയി 2.5 മണിക്കൂർ എൻജോയ് ചെയ്യാം എന്നതിനപ്പുറം നമ്മൾ ഈ സിനിമയെ സ്നേഹിക്കില്ല, നെഞ്ചോട് ചേർക്കില്ല. ഒരു ആവറേജ് ഫീൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായും തിയേറ്ററിൽ സിനിമ എൻജോയ് ചെയ്തു. ആ സമയത്ത് ബോറടിക്കാതെ നമ്മൾ കണ്ടിരുന്നു. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നു. പക്ഷെ ആ സിനിമയെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. കാരണം ഒരു ലോജിക്കുമില്ലാത്ത ഒരു വട്ടുപടം. സിനിമയിലെ കഥ എന്ന് പറയുന്നത് CM-നെ തട്ടിക്കൊണ്ടുപോകുന്നു, അത് അന്വേഷിക്കുന്നു, എന്തുകൊണ്ട് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതൊക്കെയാണ്. തീർച്ചയായും അതിൽ വലിയ ലോജിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ നമ്മളുടെ ഉള്ളിൽ ഒരു ചലനവും സൃഷ്ടിക്കില്ല. എടുത്തു പറയുന്നു, ഈ സിനിമയെ പ്രേക്ഷകർ ആ രീതിയിൽ തന്നെയാണ് സമീപിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതായത് ലോജിക്കില്ലാത്ത ഒരു വട്ടുപടമായിട്ട് തന്നെയാണ് പ്രേക്ഷകർ സമീപിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ വലിയ കയ്യടിയാണ് തുടക്കം മുതൽ അവസാനം വരെയും ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങിച്ചത് ലാലേട്ടൻ തന്നെയായിരുന്നു. ലാലേട്ടന്റെ വരവ് വലിയ രീതിയിലാണ് തിയേറ്ററുകൾ ആഘോഷമാക്കിയത്. നമ്മൾ ട്രോളിയ ആ പാട്ട് അത് തിയേറ്ററുകളിൽ വലിയ ചലനമാണ് ഉണ്ടാക്കിയത്. ലാലേട്ടന്റെ ഡാൻസ് എടുത്തു പറയുന്നു, തിയേറ്ററുകളിൽ വൻ കയ്യടിയായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ച ഓരോരുത്തരും വളരെ ഗംഭീരമായി അഭിനയിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് വിനീത് ശ്രീനിവാസൻ ഗംഭീരമായി ചെയ്തു, ബൈജു അദ്ദേഹവും നന്നായി ചെയ്തിട്ടുണ്ട്. ദിലീപിന്റെ പല ഡയലോഗിനും നല്ല രീതിയിലുള്ള കയ്യടി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്യാമിയോ ഉണ്ട്. അടി ഇടി വെടി പോക, ആ ഒരു രീതിയിലാണ് സിനിമയുടെ പോക്ക്. ആ രീതിയിൽ നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായും എൻജോയ് ചെയ്യാം. സീരിയസ് ആയി ഈ സിനിമയെ സമീപിച്ചു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടായിരിക്കും ഈ സിനിമ നിങ്ങൾക്ക് അനുഭവപ്പെടുക. എന്തായാലും സിനിമ വലിയ വിജയമാവും എന്നുള്ളത് തന്നെയാണ് തിയേറ്ററിലെ പ്രേക്ഷകരുടെ ആ കരഘോഷത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവസാനം വരെയും തിയേറ്ററിൽ വലിയ കയ്യടിയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ലാലേട്ടൻ ഈ സിനിമയിൽ ഉള്ളത് സിനിമയ്ക്ക് വലിയ ഗുണകരമായി വന്നിട്ടുണ്ട്. അത് വലിയ നേട്ടമാണ് സിനിമയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ബബ്ബബ്ബ എന്ന സിനിമ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ആവറേജ് അനുഭവമാണ്. തീർച്ചയായും ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സിനിമയ്ക്ക് പോയത്. സിനിമ ഒരു വട്ടുപടമാണ്, ലോജിക്കില്ലാത്തൊരു വട്ടുപടമാണ്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സിനിമയ്ക്ക് പോയത്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ എനിക്ക് വലിയ ബോറടി ഉണ്ടായിരുന്നില്ല. സിനിമ എൻജോയ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ സിനിമ നമ്മളുടെ മനസ്സിൽ കൊണ്ടു നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നെ സംബന്ധിച്ച് ഒരു മികച്ച ചിത്രമായി ഈ സിനിമ എനിക്ക് തോന്നിയില്ല. ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ. അതിനപ്പുറത്തേക്ക് ഈ സിനിമയെക്കുറിച്ച് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. എന്തായാലും സിനിമ ഈ ക്രിസ്തുമസിന് പ്രേക്ഷകർക്ക് ആഘോഷിക്കാൻ വക തരുന്നുണ്ട്. കാത്തിരിക്കാം സിനിമയുടെ പ്രകടനം എങ്ങനെയാവും എന്നറിയാനായിട്ട്. എന്തായാലും എന്നെ സംബന്ധിച്ച് ഒരു ആവറേജിന് മുകളിലുള്ള ഒരു അനുഭവം മാത്രമാണ് സമ്മാനിച്ചത്. കണ്ടവർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.